എല്ലാവർക്കും നമസ്കാരം. എഡ്യൂപ്ലസിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കേരളത്തിൽ BSc നഴ്സിംഗ് അഡ്മിഷൻ എന്ന് കേൾക്കുമ്പോൾ ഭൂരിഭാഗം വിദ്യാർത്ഥികളും ആദ്യം ഓർക്കുന്നത് LBS പോർട്ടലിനെയാണ്. പക്ഷേ പലർക്കും അറിയാത്തൊരു കാര്യമാണ്, LBS വഴി അഡ്മിഷൻ കിട്ടിയില്ലെങ്കിലും കേരളത്തിൽ 3000-ഓളം BSc നഴ്സിംഗ് സീറ്റുകൾ +2 മാർക്കിന്റെ അടിസ്ഥാനത്തിൽ അലോട്ട് ചെയ്യുന്ന PNC MAC പോലെയുള്ള മറ്റ് അസോസിയേഷനിൽ ഉണ്ട് എന്നത്. മാത്രമല്ല PNC MAC കോളേജുകളിൽ അഡ്മിഷൻ ലഭിക്കാൻ LBS വഴി അഡ്മിഷൻ കിട്ടാൻ വേണ്ടതിനേക്കാൾ കുറഞ്ഞ മാർക്ക് മതി. കൂടാതെ ഫീസിൽ യാതൊരു വ്യത്യാസവുമില്ല എന്ന പ്രത്യേകത കൂടിയുണ്ട്. ഇന്നത്തെ വീഡിയോയിൽ LBS കഴിഞ്ഞാൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ സീറ്റിൽ BSc നഴ്സിംഗ് അലോട്ട്മെന്റ് നടത്തുന്ന PNC MAC അഡ്മിഷനെക്കുറിച്ചും സീറ്റ് അലോട്ട്മെന്റ്, ആപ്ലിക്കേഷൻ പ്രോസസ്, ഫീസ്, എത്ര മാർക്കുള്ളവർക്ക് വരെ PNC MAC അലോട്ട്മെന്റ് വഴി അഡ്മിഷൻ ലഭിക്കാൻ സാധ്യതയുണ്ട്, കൂടാതെ മാർക്ക് കുറവുള്ളവർക്കും അഡ്മിഷൻ കിട്ടാൻ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഉപയോഗിക്കേണ്ട ചില ട്രിക്കുകൾ എന്നിവയെക്കുറിച്ചും മനസ്സിലാക്കാം. PNC MAC അഥവാ പ്രൈവറ്റ് നഴ്സിംഗ് കോളേജ് മാനേജ്മെന്റ് അസോസിയേഷൻ ഓഫ് കേരള എന്നത് കേരളത്തിലെ പ്രൈവറ്റ് നഴ്സിംഗ് കോളേജുകളുടെ ഒരു അസോസിയേഷനാണ്. ഈ അസോസിയേഷന്റെ കീഴിൽ 49 BSc നഴ്സിംഗ് കോളേജുകളും ഈ 49 കോളേജുകളിലായി 3000-ഓളം BSc നഴ്സിംഗ് സീറ്റുകളുമുണ്ട്. കേരളത്തിലെ ചില ടോപ്പ് നഴ്സിംഗ് കോളേജുകളായ ശ്രീ ഗോകുലം കോളേജ് ഓഫ് നഴ്സിംഗ് ട്രിവാൻഡ്രം, കിംസ് നഴ്സിംഗ് കോളേജ് തിരുവനന്തപുരം, മെഡിക്കൽ ട്രസ്റ്റ് കോളേജ് ഓഫ് നഴ്സിംഗ് എറണാകുളം തുടങ്ങിയ കോളേജുകളിലേക്കുള്ള BSc നഴ്സിംഗ് അഡ്മിഷൻ PNC MAC വഴിയാണ് നടക്കുന്നത്. ഈ വീഡിയോയിൽ PNC MAC കോളേജുകളിൽ മെറിറ്റ് അടിസ്ഥാനത്തിൽ എങ്ങനെ അഡ്മിഷൻ നേടാം, PNC MAC അഡ്മിഷൻ പ്രോസസ്സ്, CBSE, ICSE വിദ്യാർത്ഥികൾക്കുള്ള ഗ്രേസ് മാർക്ക്, NRI കോട്ട അഡ്മിഷൻ, ഫീസ് എത്ര, കുറഞ്ഞ മാർക്കുള്ളവർക്ക് സീറ്റ് കിട്ടാനുള്ള സാധ്യത എന്നിവയെക്കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. പല വിദ്യാർത്ഥികളും LBSൽ മാത്രം അപേക്ഷ നൽകി സീറ്റ് കിട്ടിയില്ലെങ്കിൽ നഴ്സിംഗ് പഠനം തന്നെ ഉപേക്ഷിക്കാറുണ്ട്. ഇതിന്റെ പ്രധാന കാരണങ്ങൾ PNC MAC വഴിയുള്ള നഴ്സിംഗ് അഡ്മിഷനെ കുറിച്ചുള്ള അറിവില്ലായ്മയും പിന്നെ PNC MAC പോലുള്ള മാനേജ്മെന്റ് അസോസിയേഷനുകൾ വഴി അഡ്മിഷൻ ലഭിച്ചാൽ ഫീസ് കൂടുതലായിരിക്കും, പിന്നെ ഡൊണേഷൻ കൊടുക്കേണ്ടി വരും തുടങ്ങിയ മിഥ്യാധാരണകളുമാണ്. ആദ്യം തന്നെ മനസ്സിലാക്കേണ്ടത് കേരളത്തിലെ സ്വകാര്യ നഴ്സിംഗ് കോളേജുകളുടെ മൊത്തം സീറ്റുകളിൽ 50% സീറ്റുകൾ സർക്കാരിന് അവകാശപ്പെട്ടതാണ് എന്നതാണ്. ഈ 50% സീറ്റുകളിൽ സർക്കാരിന്റെ അധീനതയിലുള്ള LBS ആണ് അഡ്മിഷൻ നടത്തുന്നത്. ബാക്കി 50% സീറ്റുകളിൽ PNC MAC പോർട്ടലായ www.pncmac.in വഴിയാണ് ഓൺലൈനായി അലോട്ട്മെന്റ് നടത്തുന്നത്. അതായത് ഈ സീറ്റുകളിൽ അഡ്മിഷൻ +2 മാർക്കിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് നടക്കുന്നത്. PNC MAC അലോട്ട്മെന്റിൽ മാർക്ക് എങ്ങനെ കണക്കാക്കുന്നു എന്ന് നോക്കാം. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, LBSൽ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി മാർക്കുകൾ മാത്രം പരിഗണിച്ച് റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുമ്പോൾ PNC MACൽ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി എന്നീ വിഷയങ്ങൾക്ക് പുറമെ ഇംഗ്ലീഷ് മാർക്കും പരിഗണിക്കുന്നു എന്നതാണ്. അതായത് PCB വിഷയങ്ങളിൽ മാർക്ക് കുറവാണെങ്കിലും ഇംഗ്ലീഷിൽ ഉയർന്ന മാർക്ക് ലഭിച്ച വിദ്യാർത്ഥികൾക്ക് PNC MACൽ നല്ല റാങ്ക് ലഭിക്കാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് LBSൽ ലഭിക്കാത്ത പലർക്കും PNC MAC വഴി അലോട്ട്മെന്റ് ലഭിക്കാറുണ്ട്. മറ്റൊരു കാര്യം, CBSE, ICSE വിദ്യാർത്ഥികൾക്ക് PNC MAC നൽകുന്ന ഗ്രേസ് മാർക്കാണ്. PNC MAC അഡ്മിഷനിൽ അപേക്ഷകരുടെ മാർക്ക് പരിഗണിക്കുമ്പോൾ CBSE, ICSE ബോർഡിൽ പഠിച്ച വിദ്യാർത്ഥികൾക്ക് 5% ഗ്രേസ് മാർക്ക് നൽകുന്നുണ്ട്. അതിനാൽ LBSൽ അഡ്മിഷൻ ലഭിക്കാത്ത ധാരാളം CBSE, ICSE വിദ്യാർത്ഥികൾക്ക് PNC MAC അലോട്ട്മെന്റ് ലഭിക്കാറുണ്ട്. ഇനി PNC MACൽ BSc നഴ്സിംഗ് കോഴ്സിന്റെ ഫീസ് സ്ട്രക്ചർ എത്രയാണ് എന്ന് നോക്കാം. PNC MAC വഴി അഡ്മിഷൻ കിട്ടിയാൽ ഫീസ് കൂടുതലായിരിക്കുമെന്നാണ് പലരും കരുതുന്നത്. പക്ഷേ യാഥാർത്ഥ്യം അതല്ല. PNC MAC കോളേജുകളിൽ LBS ഗവൺമെന്റ് കോട്ട വഴി അഡ്മിഷൻ കിട്ടുന്ന വിദ്യാർത്ഥികൾ അടയ്ക്കുന്ന ട്യൂഷൻ ഫീസും PNC MAC മെറിറ്റ് കോട്ട വഴി അഡ്മിഷൻ കിട്ടുന്ന വിദ്യാർത്ഥികൾ അടയ്ക്കുന്ന ഫീസും ഏകദേശം ഒരുപോലെയാണ്. അതായത് ഒരു കോളേജിൽ LBS കോട്ട വഴി അഡ്മിഷൻ നേടുന്ന വിദ്യാർത്ഥിയും PNC MAC വഴി അഡ്മിഷൻ നേടുന്ന വിദ്യാർത്ഥിയും ഒരു വർഷം അടയ്ക്കേണ്ടത് ട്യൂഷൻ ഫീസും സ്പെഷ്യൽ ഫീസും ഉൾപ്പെടെ ഏകദേശം 1,05,000 രൂപയാണ്. PNC MACൽ അപേക്ഷിക്കാൻ മിനിമം 17 വയസ്സ് പൂർത്തിയായിരിക്കണം. കൂടാതെ PCB വിഷയങ്ങളിലും ഇംഗ്ലീഷിലും മിനിമം 50% മാർക്ക് ഉണ്ടായിരിക്കണം. അപേക്ഷ സമർപ്പിക്കാനുള്ള അവസാന തീയതി ജൂലൈ 15 അപേക്ഷാ ഫീസ് എല്ലാവർക്കും 1,200 രൂപയായിട്ടാണ് നിശ്ചയിച്ചിരിക്കുന്നത്. ഇനി അപേക്ഷിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ മനസ്സിലാക്കാം. PNC MACൽപ്പെട്ട ചില കോളേജുകൾ മൈനോറിറ്റി കോളേജുകളാണ്. അതായത് ചില ക്രിസ്ത്യൻ, മുസ്ലിം കോളേജുകൾ മൈനോറിറ്റി സ്റ്റാറ്റസ് ഉള്ളവയാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ അതത് ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് മുൻഗണന ലഭിക്കുന്നതായിരിക്കും. ഉദാഹരണത്തിന് മുസ്ലിം മൈനോറിറ്റി കോളേജാണെങ്കിൽ അവിടെ മുസ്ലിം വിദ്യാർത്ഥികൾക്കായിരിക്കും അഡ്മിഷൻ ലഭിക്കാൻ കൂടുതൽ സാധ്യതയുള്ളത്. അതുപോലെ തന്നെ ക്രിസ്ത്യൻ മാനേജ്മെന്റ് കോളേജാണെങ്കിൽ ക്രിസ്ത്യൻ വിദ്യാർത്ഥികൾക്കായിരിക്കും മുൻഗണന.
അതുകൊണ്ട് നിങ്ങൾ ഏത് വിഭാഗത്തിൽ പെടുന്നവരാണോ ആ വിഭാഗത്തിൽ പെടുന്ന കോളേജുകളിൽ ഓപ്ഷൻ കൊടുത്താൽ നിങ്ങൾക്ക് സീറ്റ് കിട്ടാനുള്ള സാധ്യത വർദ്ധിപ്പിക്കും. പ്രത്യേകിച്ച് മാർക്ക് കുറവുള്ളവർ ഇക്കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഉദാഹരണത്തിന് MES കോളേജ് ഓഫ് നഴ്സിംഗ് മലപ്പുറം, കരുണ കോളേജ് ഓഫ് നഴ്സിംഗ് പാലക്കാട്, അൽഷിഫ നഴ്സിംഗ് കോളേജ് ഇവ മുസ്ലിം മൈനോറിറ്റി സ്റ്റാറ്റസ് ഉള്ള നഴ്സിംഗ് കോളേജുകളാണ്. ഇവിടെ മാർക്ക് കുറവാണെങ്കിലും മുസ്ലിം വിഭാഗത്തിൽ പെടുന്ന വിദ്യാർത്ഥികൾക്കായിരിക്കും അഡ്മിഷൻ ലഭിക്കാൻ കൂടുതൽ സാധ്യത. അതുകൊണ്ട് തന്നെ മാർക്ക് കുറവുള്ള മുസ്ലിം വിദ്യാർത്ഥികൾ ഇവിടെ ഓപ്ഷൻ കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തിരുവല്ല മെഡിക്കൽ മിഷൻ കോളേജ് ഓഫ് നഴ്സിംഗ് തിരുവല്ല, ജോസ്കോ കോളേജ് ഓഫ് നഴ്സിംഗ് പന്തളം, ആലപ്പുഴ തുടങ്ങിയ ക്രിസ്ത്യൻ മൈനോറിറ്റി സ്റ്റാറ്റസ് ഉള്ള നഴ്സിംഗ് കോളേജുകളാണ്. ഇവിടെ മാർക്ക് കുറവാണെങ്കിലും ക്രിസ്ത്യൻ വിഭാഗത്തിൽ പെടുന്ന വിദ്യാർത്ഥികൾക്കായിരിക്കും അഡ്മിഷൻ ലഭിക്കാൻ കൂടുതൽ സാധ്യത. കഴിഞ്ഞ വർഷം 460-ൽ 411 മാർക്ക് വരെ ഇൻഡെക്സ് മാർക്ക് കിട്ടിയവർക്കാണ് PNC മാർക്ക് വഴി അഡ്മിഷൻ കിട്ടിയത്. ഈ വർഷം അത് കൂടാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ അത് 415 വരെ പോകാൻ സാധ്യതയുണ്ട്. പിന്നെ PNC മാർക്കിൽ ഓപ്ഷനിൽ ആകെ 10 കോളേജുകൾക്ക് മാത്രമാണ് ഓപ്ഷൻ നൽകാൻ കഴിയുക. അതുകൊണ്ട് തന്നെ ഓപ്ഷൻ കൊടുക്കുന്ന കോളേജുകൾ വളരെ ശ്രദ്ധിച്ചു വേണം തിരഞ്ഞെടുക്കാൻ. ഇനി PNC മാർക്കിൽ പെടുന്ന ചില കോളേജുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. തിരുവനന്തപുരം ജില്ലയിൽ കിംസ്, നിംസ്, ഗോകുലം, PRS തുടങ്ങിയ കോളേജുകളും, കൊല്ലം ജില്ലയിൽ അസീസിയ, ട്രാവൻകൂർ, എറണാകുളം ജില്ലയിൽ മെഡിക്കൽ ട്രസ്റ്റ്, നസത്ത് കോളേജ് ഓഫ് നഴ്സിംഗ്, തൃശൂർ ജില്ലയിൽ എലൈറ്റ് കോളേജ് ഓഫ് നഴ്സിംഗ്, അശ്വിനി കോളേജ് ഓഫ് നഴ്സിംഗ്, വെസ്റ്റ് ഫോർട്ട് കോളേജ് ഓഫ് നഴ്സിംഗ്, പാലക്കാട് ജില്ലയിൽ കരുണ കോളേജ് ഓഫ് നഴ്സിംഗ്, ക്രസന്റ് കോളേജ് ഓഫ് നഴ്സിംഗ്, മലപ്പുറം ജില്ലയിൽ അൽമാസ് കോളേജ് ഓഫ് നഴ്സിംഗ്, അൽഷിഫ MES കോളേജ് ഓഫ് നഴ്സിംഗ്, കോഴിക്കോട് ജില്ലയിൽ PBS കോളേജ് ഓഫ് നഴ്സിംഗ്, ശാന്തി കോളേജ് ഓഫ് നഴ്സിംഗ്, PBS കോളേജ് ഓഫ് നഴ്സിംഗ്, കണ്ണൂർ ജില്ലയിൽ ലൂർദ് കോളേജ് ഓഫ് നഴ്സിംഗ്, ക്രസന്റ് കോളേജ് ഓഫ് നഴ്സിംഗ്, കാസർഗോഡ് ജില്ലയിൽ മാലിക് ദിനാർ കോളേജ് ഓഫ് നഴ്സിംഗ് തുടങ്ങിയ കോളേജുകൾ PNC മാർക്കിൽ ഉൾപ്പെടുന്നവയാണ്. ഇതുകൂടാതെ വേറെയും കോളേജുകൾ PNC മാർക്ക് ലിസ്റ്റിൽ ഉണ്ട് എന്ന കാര്യം കൂടി ഓർമ്മിപ്പിക്കുന്നു. ഈ കോളേജുകളിൽ എല്ലാം PNC മാർക്ക് വഴി ഡയറക്റ്റ് അഡ്മിഷൻ നേടാവുന്നവയാണ്. ഇനി PNC മാർക്കിലെ NRI കോട്ട അഡ്മിഷനെ കുറിച്ചും NRI കോട്ട ഫീസും നോക്കാം. കേരളത്തിൽ തന്നെ BSc നഴ്സിംഗ് പഠിക്കാൻ ആഗ്രഹിക്കുന്ന പ്രത്യേകിച്ച് മാർക്ക് കുറഞ്ഞ വിദ്യാർത്ഥികൾക്കുള്ള ഒരു എളുപ്പമാർഗമാണ് NRI കോട്ട. പല രക്ഷിതാക്കൾക്കും ഇതിനെക്കുറിച്ച് വ്യക്തമായ ധാരണയില്ല എന്നതാണ് യാഥാർത്ഥ്യം. NRI കോട്ട എന്ന് കേൾക്കുമ്പോൾ തന്നെ ഉയർന്ന ഫീസ് ആയിരിക്കും എന്നതാണ് പലരുടെയും ചിന്ത. പക്ഷേ ആക്ച്വലി BSc നഴ്സിംഗ് കോഴ്സിന് NRI കോട്ട ഫീസ് സാധാരണ മെറിറ്റ് കോട്ട ഫീസിനേക്കാൾ 24,262 രൂപ മാത്രമാണ് അധികമായിട്ടുള്ളത്. ഹോസ്റ്റൽ ഫീ, യൂണിഫോം ഫീ, എക്സാം ഫീ, അഡ്മിഷൻ ഫീ, കോഷൻ ഡിപ്പോസിറ്റ് തുടങ്ങിയ മറ്റ് ചാർജുകൾ എല്ലാ മെറിറ്റ് കോട്ടയ്ക്കും NRI കോട്ടയ്ക്കും ഒരുപോലെയാണ്. ഇനി ആർക്കൊക്കെ NRI കോട്ടയിൽ അപേക്ഷിക്കാൻ പറ്റും എന്ന് പരിശോധിക്കാം. ആദ്യം തന്നെ മനസ്സിലാക്കേണ്ടത് എല്ലാവർക്കും NRI കോട്ടയിൽ അപേക്ഷിക്കാൻ സാധിക്കില്ല എന്നതാണ്. അപേക്ഷിക്കുന്ന ആളുടെ അടുത്ത ബന്ധുക്കളിൽ ആരെങ്കിലും വിദേശത്ത് ജോലി ചെയ്യുന്നവരായിരിക്കണം എന്നതാണ് NRI കോട്ടയിൽ അപേക്ഷിക്കാൻ വേണ്ട പ്രധാനപ്പെട്ട നിബന്ധന. മറ്റൊരു കാര്യം NRI സ്പോൺസർ ജോലി ചെയ്യുന്നവരായിരിക്കും എന്നതാണ്. അതായത് സ്റ്റുഡൻറ് വിസയിലുള്ളവർക്കോ ജോലി ഇല്ലാത്തവർക്കോ NRI സ്പോൺസർ ആകാൻ കഴിയില്ല എന്ന് കൂടി മനസ്സിലാക്കുക. വിദേശത്ത് ജോലി ചെയ്യുന്ന അച്ഛൻ, അമ്മ, സഹോദരൻ, സഹോദരി, അമ്മാവൻ, ചിറ്റപ്പൻ, വലിയപ്പൻ, അവരുടെ മക്കൾ തുടങ്ങിയ രക്തബന്ധമുള്ളവരായിരിക്കണം NRI സ്പോൺസർ. അതായത് അപേക്ഷകനും NRI സ്പോൺസറും തമ്മിൽ രക്തബന്ധം ഉണ്ടായിരിക്കണം എന്നത് നിർബന്ധമാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, NRI അഡ്മിഷൻ PNC മാർക്ക് പോർട്ടൽ വഴിയല്ല നടത്തുന്നത്, മറിച്ച് അതാത് കോളേജിൽ നേരിട്ടാണ് നടത്തുന്നത് എന്നതാണ്. അതുകൊണ്ട് NRI അഡ്മിഷൻ ആഗ്രഹിക്കുന്നവർ കോളേജുകളെ നേരിട്ട് ബന്ധപ്പെടേണ്ടതാണ്. ചിലപ്പോൾ 65% മാർക്കുള്ളവർക്കും NRI കോട്ടയിൽ അഡ്മിഷൻ ലഭിക്കാറുണ്ട്. മാർക്ക് ഓരോ കോളേജുകളെ അനുസരിച്ച് വ്യത്യസ്തമായിരിക്കും എന്നുകൂടി മനസ്സിലാക്കുക. BSc നഴ്സിംഗ് അഡ്മിഷൻ ഫസ്റ്റ് അലോട്ട്മെന്റ്, സെക്കൻഡ് അലോട്ട്മെന്റ്, തേർഡ് അലോട്ട്മെന്റ്, പിന്നെ സ്പോട്ട് അഡ്മിഷൻ നടക്കുന്ന തീയതികൾ തുടങ്ങിയ കൂടുതൽ BSc നഴ്സിംഗിനെ കുറിച്ചുള്ള കൂടുതൽ അപ്ഡേറ്റുകൾ മിസ്സാകാതെ നിങ്ങൾക്ക് ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ ബെൽ ഐക്കൺ അമർത്താനും മറക്കരുതേ. ഇതുകൂടാതെ മറ്റ് ചില മാനേജ്മെന്റ് അസോസിയേഷനുകൾ ഡയറക്റ്റ് ഓൺലൈനുമായി നടത്തുന്ന BSc നഴ്സിംഗ് അഡ്മിഷൻ പ്രോസസ്സിനെ കുറിച്ചുള്ള വീഡിയോകളും ഈ ചാനലിൽ നിങ്ങൾക്ക് കാണാവുന്നതാണ്. നിങ്ങളുടെ സംശയങ്ങളും ചോദ്യങ്ങളും കമന്റ് ബോക്സിലൂടെ അറിയിച്ചാൽ മറുപടി നൽകുന്നതായിരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്. നന്ദി, നമസ്കാരം.